ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ജയ ഗോപീജന വല്ലഭ ജയോ गिरिवरधारी. जयो गिरिवरधारी. जय गोपीजन वल्लभा जयो गिरिवरधारी. जयो गिरिवरधारी. यशोदनन्दन व्रज जनरञ्जना. नंदन व्रज जनरञ्जना. यशोदनन्दन व्रज जनरञ्जना. नंदन व्रज जनरञ्जना. यमुनतीरावनचारी. तीरावनचारी. जय राधा माधव जयो कुंज बिहारी. राधा माधव जयो कुंज बिहारी. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. जय राधा दामोदर राधा दामोदर राधे. राधा दामोदर राधा दामोदर राधे. कृष्ण बलराम जय कृष्ण बलराम. 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 जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद. जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद. जय जय गुरुदेव जय जय गुरुदेव. जय गुरुदेव जय जय गुरुदेव. ओम नमो भगवते वासुदेवाय. സ്പീക്കർ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അങ്ങോട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീപരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 4. 14-ാം അധ്യായം 4-ാം ശ്ലോകം. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ താസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാപിത. സർവയോനിഷു കൗന്ദേയ മൂർത്തയാ സംഭവന്തിയ
ആസം ബ്രഹ്മ മഹദ്യോനിർ അഹം ബീജപ്രദാ പിതാ. വാക്കർത്ഥം: കൗന്ദേയ, ഹേ കുന്തി നന്ദന, സർവയോനിഷു, സർവയോനികളിലും, യാ, ഏതെല്ലാം, ഏതെല്ലാം വിധമായ മൂർത്തയ, മൂർത്തികൾ, രൂപങ്ങൾ, സംഭവന്തി, സംഭവിക്കുന്നു, താസം, അവയുടെ, ആ മൂർത്തികൾ, ബ്രഹ്മ, ബ്രഹ്മം, പ്രകൃതി, മഹത്യോനി, ഭൗതിക പദാർത്ഥത്തിലെ ജനനത്തിന്റെ ഉറവിടം, അഹം, ഞാൻ, ബീജപ്രദ, ബീജപ്രദനായ, കർത്താവായ, പിതാ, പിതാവാകുന്നു. വിവർത്തനം, ഭാവാർത്ഥം: കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ കി ജയ്. വിവർത്തനം: ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജീവിക്കാൻ, ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെ എന്ന് അറിയണം. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാനാണ് ജീവസത്തകളുടെ എല്ലാം ആദി പിതാവെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. ഭൗതികവും ആത്മീയവുമായ പ്രകൃതികളുടെ സംയോഗമാണ് ജീവസത്തകൾ. അങ്ങനെയുള്ള ജീവസത്തകൾ ഭൂലോകത്തിൽ മാത്രമല്ല, ബ്രഹ്മാവ് വാഴുന്ന സമുന്നത ഗ്രഹത്തിൽ പോലും കാണപ്പെടുന്നു. ഭൂമിക്കുള്ളിലും വെള്ളത്തിലും അഗ്നിയിൽ പോലും ജീവികളുണ്ട്. എല്ലായിടത്തും ജീവാത്മാക്കളുണ്ട്. പ്രകൃതി മാതാവിൻ്റെ ശക്തിയുടെയും കൃഷ്ണന്റെ ബീജാവാഹ പ്രക്രിയയുടെയും ഫലങ്ങളാണ് ഈ ആവിർഭാവങ്ങൾ മുഴുവൻ. സൃഷ്ടിയുടെ ആരംഭത്തിൽ പൂർവകർമ്മ അനുസൃതമായ ഭിന്ന രൂപങ്ങളിൽ പ്രകടിക്കുന്ന ജീവസത്തകളാൽ പൂരിതമാണ് ഭൗതിക ലോകമെന്ന് സാരം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദീക്ഷതാരിണേ വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. നമ്മൾ ഇത് 14-ാം അധ്യായമാണ്. 14-ാം അധ്യായത്തില് 3 ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അപ്പം അത് ആ അധ്യായത്തിലേക്ക് അതിൻ്റെ ആഴത്തിലെ സബ്ജക്ട് മാറ്റർ കടക്കുന്നതിന് മുമ്പ് ഭഗവാൻ ജീവാത്മാക്കൾ എന്തുകൊണ്ട് ഭൗതിക പ്രകൃതിയിൽ വരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഈ ശ്ലോകം നമ്മളൊക്കെ ഈ ഭഗവത്ഗീത ക്ലാസ്സുകളും ഒക്കെ കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ശ്ലോകം ഇപ്പോൾ ഒരു വ്യക്തി പറയും, നാളെ വേറൊരു വ്യക്തികൾ പറയും. അങ്ങനെ നമ്മൾ പലതും കേട്ടു പോകാറുണ്ട്. എത്രത്തോളം നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ ഉള്ളിലേക്ക് ഗ്രഹിക്കുന്നു എന്നത് ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോകുമ്പം നമ്മളിപ്പം ട്രെയിൻ കയറാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ട്രെയിനിൻ്റെ ഓരോ അനൗൺസ്മെൻറ്റും നമ്മുടെ ചെവിയിൽ നല്ലപോലെ പതിയും. ഏത് ട്രെയിനാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നല്ലപോലെ പതിയും. കാരണം നമ്മുടെ ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിയണം. അത് വന്നാലും ഉടനെ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയണം, നമ്മൾ അതിനകത്ത് കയറണം. പക്ഷെ അതേസമയം നമ്മൾ എറണാകുളത്തോ ഗുരുവായൂരോ ഒക്കെ പോയിട്ട് തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളിങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണെങ്കിൽ അതേസമയം പല പല അനൗൺസ്മെൻ്റ് ആ റെയിൽവേ സ്റ്റേഷനിൽ കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്യത്തില്ല. നമ്മളത് കേട്ടോന്ന് പോലും നമുക്കറിയത്തില്ല. ആ ട്രെയിൻ വരുന്നതും പോകുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധിക്കുന്ന കാര്യമേ ആകത്തില്ല.
നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന മനോഭാവത്തിൽ വേണം ഭഗവത്ഗീതയൊക്കെ കേൾക്കാനായിട്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന മനോഭാവത്തിലായിരിക്കരുത് കേൾക്കുന്നത്. കാരണം ഈ ഒരു കാര്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് അർജുനൻ്റെ തേരാളിയായിട്ട് നിന്നിട്ട് കൃഷ്ണ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്, അഹം ബീജപ്രദാപിത, എല്ലാ ജീവാത്മാക്കളുടെയും ബീജദാതാവായ പിതാവാണ് കൃഷ്ണനെന്ന് ഇവിടെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തരികയാണ്. നമുക്ക് ഈ ക്ലാസ് എല്ലാം കേട്ടിട്ട് പോയിട്ട് ഈ ആഴ്ചയൊക്കെ കഴിയുമ്പോഴും നമുക്ക് അത് രജിസ്റ്റർ ആയില്ലെങ്കിൽ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്, നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പലപ്പോഴും ചിലപ്പോഴൊക്കെ ഈ ഭാഗവത പാരായണവും ഭഗവത്ഗീത പാരായണവും ഒക്കെ നമ്മൾ ചിലപ്പം മരണ വീടുകളിലൊക്കെ പോകുമ്പോൾ വായിക്കാറുണ്ട്, ഭഗവത്ഗീത വായിക്കാറുണ്ട്, ഭാഗവതം വായിക്കും. അതൊരു ചടങ്ങ് പോലെ അവിടെ ഇങ്ങനെ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ വായിക്കും. ആരെങ്കിലും ഒരാൾ കുറച്ച് പൈസയൊക്കെ കൊടുത്താൽ അവർ വന്നിരുന്ന് വായിക്കും. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ആ മരണ വീട്ടിലൊക്കെ നടക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധ ഉണ്ടാകത്തില്ല. അപ്പം ഭഗവത്ഗീത നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഇതേപോലത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന മനോഭാവത്തിൽ വേണം ഇത് ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ ഇത് നമുക്ക് വെറുതെ ഒരു സാമൂഹ്യ ഗാദറിങ് പോലെ ആയിപ്പോകും. ഓരോ ദിവസവും നമുക്ക് ഈ ശ്ലോകങ്ങളിൽ നിന്നും ഈ അർത്ഥങ്ങളിലും ഭക്തന്മാർ നമുക്ക് പറഞ്ഞു തരുന്നതിനും എന്തെങ്കിലും ഒരു പോയിന്റ് ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവും നമുക്ക് കിട്ടാനായിട്ട്. നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു സംഗതി ഭഗവാൻ കണ്ടുവച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ ആ ഒരു മനോഭാവത്തോടു കൂടിയല്ല, ഇതൊരു ചടങ്ങ് പോലെയാണ് ഈ ഭഗവത്ഗീത പാരായണവും ഭാഗവത പാരായണവും. അതൊരു പുണ്യപ്രവൃത്തിയാണ്, വീടുകളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഓരോ വർഷവും രാമായണ മാസത്തിൽ രാമായണം വായിക്കുന്നുണ്ട്. പക്ഷെ രാമായണത്തിൽ എന്താണ് പറയുന്നത്, ആരാണ് രാമൻ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതൊരു ചടങ്ങ് പോലെ പോവും. ഞാൻ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തല്ല, പൊതുവായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മൾ ഇതിന്റെ ഏറ്റവും എടുത്ത് ഈ ശ്ലോകത്തിൽ ഏറ്റവും എടുത്ത് നിൽക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് സർവചരാചരങ്ങളുടെയും ബീജപ്രദമായ പിതാവ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെയൊക്കെ അച്ഛൻ ആരാണ് എന്ന് ഈ ശ്ലോകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കൊരു ചോദ്യം. അപ്പൊ അത് ജസ്റ്റ് ഇതൊരു ഭഗവത്ഗീത ഏതോ സംസ്കൃത ശ്ലോകങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്, അത് വായിച്ചു പോവുകയാണ്. അതിനകത്ത് എന്താണ് മേന്മ, അതുകൊണ്ട് ഞാൻ എന്തിനാ അതിനെ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവത്തില്ല. നമുക്ക് ഇതേപോലത്തെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്, ഓരോ ക്ലാസ്സിൽ നിന്നും അതിൽ നിന്ന് ഒരു പോയിന്റ് ആർജിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ പർട്ടിക്കുലർ ശ്ലോകത്തിൽ അത്രയും എവിഡന്റ് ആണ് ഭഗവാൻ പറയുന്നത്. ഒന്നും മറച്ചു വെച്ചിട്ടല്ല പറയുന്നത്, ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് സങ്കല്പിച്ചൊന്നുമല്ല പറയുന്നത്. കൃഷ്ണൻ ഇരിക്കുന്നു തൊട്ടടുത്ത്, ഞാനിവിടെ ഇരിക്കുന്നു, വ്രജസേവപ്രഭുവിടെ ഇരിക്കുന്ന പോലെ തൊട്ടടുത്ത് തേരില് അർജുനൻ ഇരിക്കുകയാണ്. അർജുനനോട് ഡയറക്ട്ലി കൺവേഴ്സ് ചെയ്യാണ് കൃഷ്ണൻ. കൃഷ്ണൻ പറയാണ്, സർവചരാചരങ്ങളുടെയും ബീജപ്രദാവായ പിതാവാണ് ഞാൻ. നമുക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അത് ഈ ജന്മത്തിലുണ്ട്. അടുത്ത ജന്മത്തിൽ വേറെ മറ്റോ ആൾക്കാരായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വരിക. ഇതിന്റെ തൊട്ട് മുമ്പുള്ള ജന്മത്തിലും പല പല വ്യക്തികളായി. പക്ഷെ അവരൊക്കെ അവരുടെ ശരീരത്തിലൂടെ ആത്മാവ് ഈ ഒരു ശരീരം എടുക്കുന്നു എന്നേ ഉള്ളൂ. അവരല്ല യഥാർത്ഥത്തില് ബീജപ്രദാവായ പിതാവ്. ആദി പിതാവായ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ അംശങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. ബ്രെയിനിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ വെച്ച് ചിലപ്പോൾ അത് നാളെ കളയും. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് ആ ഒരു പോയിന്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇവിടെ വരുമ്പോൾ സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങൾ ചോദിക്കാനാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. കൃഷ്ണൻ എന്താണ് ആദ്യ പരമപിതാവ് എന്ന് പറയുന്നത്? എന്തുകൊണ്ട് ശിവനായിക്കൂടാ? എന്തുകൊണ്ട് ബ്രഹ്മാവായിക്കൂടാ? എന്തുകൊണ്ട് ഗണപതി ആയിക്കൂടാ?
അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രഹ്മമായിക്കൂടാ, എല്ലാത്തിനെയും വികസിച്ചിരിക്കുന്ന ബ്രഹ്മമായിക്കൂടാ എന്ന് പറയും. പക്ഷെ അതിനെല്ലാം ഭഗവത്ഗീത ആധികാരികമായിട്ടൊരു ഉത്തരം. ഞാനെന്ന് പറഞ്ഞാൽ ഞാനെന്നാണ് അർത്ഥം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് അർത്ഥം. അത് വേറെ ഒന്നിനെ കുറിച്ചും ഇത് പറയുന്നില്ല. ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പറയും അത് മറ്റേതാണ് ഇതാണ് എന്ന് പറയും. പക്ഷെ ഇവിടെ ആ വ്യക്തിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നമുക്ക് സൂചന നൽകുന്നത്. സൂചനയല്ല, എവിഡന്റ് ആയിട്ട് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാ ജീവചരാചരങ്ങളുടെയും ആദ്യ പിതാവ് ഭഗവാനാണ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഉൾക്കൊള്ളണം ഈ ഒരു ക്ലാസ്സിൽ നിന്ന്. അത് നമ്മുടെ ഹൃദയത്തിൽ അത് ഇംപ്രിന്റ് ആയിട്ട് മാറണം. ഇത് മാറിയാലേ നമുക്ക് ഭഗവാനോട് സ്നേഹമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഭഗവാൻ എവിടെയോ എന്തോ കാര്യങ്ങൾ പറയുന്നു, അത് കുറെ ബുക്കുകളിൽ എഴുതിയിട്ടുണ്ട്, അത് കുറെ ആൾക്കാർ എങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇങ്ങനെയുള്ള മെന്റാലിറ്റി ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഭഗവാനൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ ജപിക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടു കൂടി വരാനായിട്ട് പറ്റും? ആ നോളജ്, ആ പെൻസീവായിട്ടുള്ള ആ നോളജ് ഇവിടെ ഭഗവത്ഗീത വളരെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. ഈ നോളജ് എടുത്തിട്ട് നമ്മൾ അതിനെ ആക്ട് ചെയ്യണം, പ്രവർത്തിക്കണം. നമുക്ക് സംശയം തോന്നും എന്തുകൊണ്ട് കൃഷ്ണൻ ഇവിടെ. അപ്പം നമുക്കൊരു സംശയം, അപ്പം നമുക്ക് ഇവിടെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാനാണ് എല്ലാത്തിൻ്റെയും പിതാവ് എന്നും ഭഗവാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഇതിനെ എതിർക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഭഗവത്ഗീത എതിർക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്ത ചോദ്യം, ഇതിനകത്ത് ഈ ഒരു കാര്യത്തെ നമ്മൾ ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത ചോദ്യം ഒരു ചോദ്യമേ ഉള്ളൂ, ഭഗവത്ഗീത ആധികാരികമായ ഗ്രന്ഥമാണോ അല്ലയോ എന്നുള്ളത്. നമ്മൾ ഭഗവത്ഗീത അക്സെപ്റ്റ് ചെയ്തിട്ട് ഭഗവാൻ പറയുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ ഈ പോയിന്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. കാരണം ഇത് അത്രയും ക്ലിയർ സംസ്കൃതത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രീല പ്രഭുപാദോ ഏതെങ്കിലും ആചാര്യന്മാരോ അതിന് വ്യാഖ്യാനമൊന്നും കൊടുത്തില്ല. ബീജപ്രദാപിത, ബീജം കൊടുക്കുന്ന പിതാവ് ഞാനാണ് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ നമ്മുടെ എല്ലാം ആദ്യ പിതാവായ നമ്മുടെ എല്ലാം സ്രോതസ് ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ സ്രോതസ്സിനോടൊരു ബന്ധം സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഈഗർനെസ് വരത്തുള്ളൂ, നമുക്കൊരു ആഗ്രഹം വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആഗ്രഹം വരും, എനിക്ക് ഈശ്വരൻ തമ്മിൽ ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ നമുക്കതിനകത്തോട്ട് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹം. അതാണ് നമുക്ക് ജപിക്കുമ്പോഴും ബുക്ക് വായിക്കുമ്പോഴും നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഈഗർനെസ് പലപ്പോഴും നമുക്ക് വരുന്നില്ല. കാരണം നമ്മൾ ആ റിലേഷൻഷിപ്പ് മറന്നു പോകുന്നു. നമുക്ക് പ്രഭുപാദും ആചാര്യന്മാരെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും നമ്മൾ ആ റിലേഷൻഷിപ്പ് വേണ്ട വിധത്തിൽ ഓർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പല ഭക്തിയിൽ തുടങ്ങിയ വ്യക്തികൾക്ക് തന്നെ അത് ഞാനും എൻ്റെ അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ബന്ധമുണ്ട് എപ്പോഴും. അച്ഛൻ ഒരിക്കലും മകനെ മറക്കത്തില്ല, പക്ഷെ മകൻ മറക്കും. ഇപ്പോൾ ഒരു വീട്ടില് അച്ഛനും കുട്ടികളും ഉണ്ടെങ്കിൽ കുട്ടിക്ക് അച്ഛനെ മറന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും, പക്ഷെ അച്ഛൻ്റെ ചിന്ത എപ്പോഴും എൻ്റെ മകൻ എവിടെയായിരിക്കും എന്നുള്ളതാണ്. അച്ഛൻ ഒരിക്കലും മകനെ മറക്കത്തില്ല. അച്ഛൻ മറക്കത്തില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭഗവത്ഗീത. അച്ഛന് മറക്കാമെങ്കിൽ ഇതൊന്നും നമുക്ക് നൽകേണ്ട ആവശ്യമില്ല, ഭക്തന്മാരെ അയക്കേണ്ട ആവശ്യമില്ല, ഭഗവാന് വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഇവിടെ വന്നതും നമുക്ക് ഈ ഗ്രന്ഥങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയാണ്. അച്ഛൻ എങ്ങനെ മകനെ തിരിച്ച് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ അച്ഛനോടുള്ള ബന്ധം നമ്മൾ മറന്നുപോയിരിക്കും. ആ ബന്ധത്തെ ഉണർത്തുന്ന പ്രക്രിയയാണ് ഭക്തിയോഗം, അല്ലെങ്കിൽ എല്ലാവിധ യോഗ പ്രക്രിയകളുടെയും ഉദ്ദേശം അതാണ്. നമ്മൾ എന്ത് യോഗ പ്രക്രിയകൾ ചെയ്താലും, എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയാലും, എന്ത് തരത്തിലുള്ള ആത്മീയ പ്രക്രിയകൾ ചെയ്താലും ഈ ബന്ധത്തെ ഉണർത്താത്തിടത്തോളം കാലം അതൊക്കെ വെറും ഒരു ചടങ്ങുകൾ മാത്രമാണ്. നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ എടുക്കുന്നുണ്ട്, ഗുരു പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, മറ്റു വ്യക്തികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്? എനിക്കും എൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം ഞാൻ മറന്നിരിക്കുകയാണ്, ആ ബന്ധത്തെ ഉണർത്താൻ വേണ്ടിയാണ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ നല്ല കൺവിൻസ്ഡ് ആയാൽ മാത്രമേ ആ കാര്യത്തിൽ നമുക്ക് സഹായം കിട്ടത്തുള്ളൂ.
ആ ഒരു ആഗ്രഹം നമുക്ക് വന്നാൽ മാത്രമേ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കൃഷ്ണനുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ എന്തിനാണ് നാമം ജപിക്കുന്നത്, ഞാൻ എന്തിനാണ് ബുക്ക് വായിക്കുന്നത്, ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്, ഭക്തന്മാര് കേൾക്കുന്നത്? അവിടെ എല്ലാം എനിക്ക് ചിലപ്പം മനസ്സിന് ഒരു ശാന്തി കിട്ടിയാൽ ഞാൻ പോകും, അല്ലെങ്കിൽ പോകത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രധാനം, ഇന്ന് ഞാൻ ലൈറ്റ് ഓഫ് ഭാഗവത എന്ന് പറഞ്ഞൊരു ബുക്കില് വായിച്ചൊരു കാര്യമാണ്, without any relationship with God, our life will be barren. ഈ മരുഭൂമിയിലൊക്കെ എന്ത് വിതച്ചാലും അത് ഫലഭൂയിഷ്ടമാകത്തില്ല, ബാരൻ ലാൻഡ് എന്ന് പറയും. അതേപോലെ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാത്തടുത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും അത് ഫലഭൂയിഷ്ടമായിട്ട് വരത്തില്ല. നമ്മൾ ചിലപ്പം ഭൗതികപരമായിട്ട് പല പല കാര്യങ്ങളും നമ്മൾ നേടിയെന്നിരിക്കാം, പക്ഷെ നമ്മുടെ ആത്മാവിന് സന്തോഷം ഉണ്ടാകത്തില്ല. ആത്മാവിന് സന്തോഷം ഉണ്ടാകും ഭഗവാനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അപ്പം ഈ ഒരു പോയിന്റ് നമ്മൾ ഇപ്പം വിശ്വനാഥ് പ്രഭുവൊക്കെ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുക, അതേപോലെ അത് നമ്മളുടെ ആ ക്യാമറയിൽ അത് പതിയണം. ഈ ഒരു പോയിന്റ്, അഹം ബീജപ്രദാപിത. വേറെ ഒന്നും ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ശ്ലോകത്തിൽ ആ വേർഡെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. അഹം ബീജപ്രദാപിത, അഹം ഞാൻ കൃഷ്ണനാണ് എല്ലാവരുടെയും ബീജദാതാവ്. നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഇത് ഞാൻ പറയുന്നതോ ശീല പ്രഭുപാദ് പറയുന്നതോ ഏതെങ്കിലും ആധ്യാത്മികാചാര്യന്മാർ പറയുന്നതോ മറ്റോ പറയുന്നില്ല. ആ വ്യക്തി തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അർജുനൻ മുഖേന പറഞ്ഞു തരികയാണ്. കൃഷ്ണൻ തന്നെ വ്യക്തപരമായിട്ട് അത് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചോദിക്കും ആൾക്കാർ, ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ചോദിക്കും, കൃഷ്ണൻ വന്നു, കൃഷ്ണൻ ഒരു വ്യക്തിയാണ്, ദ്വാരകയിലുണ്ട്, വൃന്ദാവനത്തിലുണ്ട്, പക്ഷെ കൃഷ്ണന്റെ ഉള്ളിലുള്ള ബ്രഹ്മ ആയിരിക്കും അച്ഛൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, ആ രൂപം, അതൊരു ഭൗതിക രൂപമാണ്, പക്ഷെ അതിനകത്തൊരു സാക്ഷാത്കാരം കിട്ടിയ എന്തോ ബ്രഹ്മമുണ്ട്, അതായിരിക്കും അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷെ അത് കൃഷ്ണൻ തന്നെ അതിനെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ഖണ്ഡിക്കുന്നുണ്ട്. അങ്ങനത്തെ ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം എന്ന് പറയുന്ന ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രാഹ്മണോ ഹി പ്രതിഷ്ഠാഹം. ബ്രഹ്മം എന്ന് പറയുന്നത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിലാണ് വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്നത്. ആ പ്രതിഷ്ഠാഹം, ഞാനാണ് ഈ ബ്രഹ്മത്തിന്റെ പ്രതിഷ്ഠ, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ പ്ലാറ്റ്ഫോം. ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മജ്യോതി ഇതെല്ലാം വരുന്നത്. ആ വ്യക്തിയെ അവിടെയും ഭഗവാൻ കൊണ്ടുവരിക. ആ വ്യക്തിയുടെ എക്സിസ്റ്റൻസ് ആണ് ഈ ബ്രഹ്മം, അല്ലെങ്കിൽ വ്യക്തിയുടെ അദ്ദേഹത്തിൽ നിന്ന് വിസ്തരിക്കുന്ന രശ്മികളാണ് ഈ ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ആ വ്യക്തിയിൽ നിന്ന് ഇതാണ്. നമുക്ക് ഫോട്ടോസ് ഒക്കെ, ഇപ്പൊ ആ ഫോട്ടോ കണ്ടില്ലേ, ഭഗവാൻ നിൽക്കുന്നുണ്ട്, വെണ്ണ കെട്ട് തിന്നുന്ന ഫോട്ടോ ആണ് അതിനകത്തുള്ളത്. പക്ഷെ അതിന്റെ ചുറ്റും ഒരു പ്രഭാവലയമുണ്ട്, ഭഗവാന് ചുറ്റും ഒരു പ്രഭാവലയുണ്ട്. അതേപോലെ ഭഗവാൻ ആധ്യാത്മിക ലോകത്തുണ്ട്, ഭഗവാന്റെ പ്രഭാവലയമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മം അല്ല ഈ ഇവിടെ ഭഗവാൻ വ്യക്തമായിട്ട് അഹം ബീജപ്രദാപിത എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ബ്രഹ്മത്തിൻ്റെയും അടിസ്ഥാനം അതും ഭഗവാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പോയിന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പം ഭക്തന്മാരുടെ സംഘം കൊണ്ടോ അവരുടെ കാരുണ്യം കൊണ്ടോ ചിലപ്പോൾ ഈ ഭക്തി ഏറ്റെടുത്തിരിക്കുക. ആരെങ്കിലും പറയും നമ്മളോട് നാമം ജപിക്കാൻ പറയും, നമ്മൾ നാമം ജപിക്കും. ആരെങ്കിലും പറയുമ്പോൾ ബുക്ക് വായിക്കാൻ പറയും, ബുക്ക് വായിക്കും. അത് മറ്റുള്ളവർ പറയുന്ന പുഷിങ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് അവർ പറയുന്നത് കൊണ്ടല്ല ഞാൻ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ എനിക്കും എൻ്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് ഞാനത് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റുള്ളവർ ആണ് ഇപ്പൊ എനിക്കും എൻ്റെ അച്ഛനും, ഇപ്പം ഞാൻ ഭൗതിക ലോകത്തിലെ കാര്യം പറയുകയാണ്, എനിക്കും എൻ്റെ അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്ന് പറയേണ്ടത് മറ്റാൾക്കാരും അല്ല, ഞാൻ എൻ്റെ ആവശ്യമാണ് എനിക്കും എൻ്റെ അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. മറ്റുള്ളവർ നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ്, അത് നമ്മളെ സഹായിക്കുകയാണ്. പക്ഷെ അവരുടെ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരണം, ആ ഒരു ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം നമ്മൾ കൊണ്ടുവരണം. അതിന് വേണമെങ്കിൽ ആദ്യം ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം.
ഇത് ഈ ബേസിസ്, ഈ അടിസ്ഥാനമില്ലാതെ നമ്മൾ എത്ര സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ബേസിക് നോളജ് ഇല്ലാതെ. കൃഷ്ണൻ ഭഗവാനാണ്, ആ വ്യക്തിയാണ്. പല പല ആൾക്കാരാണ് ബീജപ്രദാപ്രദാന്നും ഭഗവാൻ പറയുന്നത്, അഹം ഞാനാണ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവസാനം പറയുന്നത് സർവധർമാൻ പരിത്യജ്യ അഹം മാമേക ശരണം വ്രജ. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം, എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയും. മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നു. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ നമുക്ക് അച്ഛനുണ്ട്, മറ്റാൾക്കാരൊക്കെ ഉണ്ട്, നമ്മളെപ്പോഴും അച്ഛൻ്റെ അടുത്തേ പോകത്തുള്ളൂ. കാരണം അതാണ് നമ്മുടെ ഷെൽട്ടർ എന്നറിയാൻ പറ്റും. അതേപോലെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അച്ഛൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയം മാശുജ, ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറയുന്നു. അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചിന്തിക്കും, ഞാൻ കാലാകാലങ്ങളായിട്ട് ഇന്ന ദേവി ദേവന്മാരെയൊക്കെ ആരാധിച്ചു വന്നു, അതൊക്കെ എൻ്റെ വീട്ടിലെ വിഗ്രഹങ്ങളായിട്ടും ഫോട്ടോസായിട്ടും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പെട്ടെന്ന് ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ അവരൊക്കെ എന്നോട് കോപിക്കുമോ? എന്നോട് ഇല്ല. അവരുടെ എല്ലാം അഹം ബീജപ്രദാപിത, എല്ലാ ചരാചരങ്ങളുടെയും പിതാവ് ഭഗവാനാണ്. നമ്മൾ പൂജിക്കുന്നതായിട്ട് ഉള്ള എല്ലാ ദേവീദേവന്മാരുടെയും പിതാവ് ഭഗവാനാണ്. അതുകൊണ്ട് മാശുജ, ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ വേണം. ആ ക്ലിയർ പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക്, പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല. ഞാനും എനിക്കും ഭഗവാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും നമ്മളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ചെയ്യൂ, നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്ത് ജപിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ ഒരു ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആയാലും സ്പീഡായാലും നമ്മൾ അഡ്വാൻസ് ചെയ്യും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് മറ്റ് ഇതിൻ്റെ പുഷിങ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ പോയിന്റാണ് ഞാൻ ഇതിനകത്ത്, അത് അത്രയും എവിഡൻ്റ് ആണ് ഈ ശ്ലോകത്തിൽ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അത്രയും ഇതായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പം ഇത് നമ്മുടെ ഈ മരണം വരെയെങ്കിലും ഈ പോയിന്റ് നമ്മുടെ ഹൃദയത്തിലിരിക്കണം. നമ്മൾ ഈ പോയിന്റ് നമ്മുടെ ഹൃദയത്തിലിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം? നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം? ഭക്തന്മാർ ക്ലാസ്സുകൾ എടുക്കുന്നത് എല്ലാ ദിവസവും ക്ലാസ് എടുത്ത് നമ്മളെ ഭക്തിയിൽ ഉയർത്താൻ വേണ്ടിയല്ല. ഈ പോയിന്റ് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ വ്യക്തികളും ആത്മീയപരമായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ലാതെ നമുക്കൊന്നും അറിയില്ല, എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ് കിട്ടി നമ്മൾ അതിനകത്തുനിന്ന് ഊർജം ഉൾക്കൊണ്ട് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ഭക്തന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്, അദ്ദേഹമാണ് സ്രോതസ് എന്ന് മനസ്സിലാക്കുകയും എല്ലാ ജീവാജാലങ്ങൾക്കും അദ്ദേഹത്തിന്റെ കാരുണ്യം കിട്ടുകയും ചെയ്യാം. ഇതേ ഉള്ളൊരു ഭക്തന്റെ ആഗ്രഹം. എല്ലാ ചരാചരങ്ങളും മനസ്സിലാക്കണം അവരുടെ ആദ്യ പിതാവ് ഭഗവാനാണെന്ന്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അവർക്കെല്ലാം ഭഗവാന്റെ കാരുണ്യവും കിട്ടും. അത് മാത്രമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് ഭക്തന്മാര് ക്ലാസ് എടുത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ പേഴ്സണലി അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ എന്തെല്ലാം ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ഒരാൾ സൈക്കിള് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സൈക്കിള് നമ്മൾ പിന്നെ അത് പരിശീലിച്ച് നമ്മൾ ആ സൈക്കിളിൽ എക്സ്പേർട്ടായി മാറത്തില്ലേ? സ്പിരിച്വൽ ലൈഫും അതേപോലെയാണ്. നമുക്ക് ക്ലാസ്സുകൾ കിട്ടി, അത് എവിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യം, നമുക്ക് ആ നോളജ് തന്നു. നോളജ് ഫുള്ളായിട്ട് ഭഗവാനും ഭക്തന്മാരും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നോളജ് യൂസ് ചെയ്ത് നമ്മൾ അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവരുടെ ബീജപ്രദാവായ പിതാവ് ഞാൻ തന്നെ എന്ന് അറിയണം. എല്ലാ ജീവജാലം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഭഗവാനെ മറന്ന് ഇവിടെ വന്നത്. അത് ഒരു പോയിന്റാണ്. ഈ ശ്ലോകത്തിൽ ഈ 2 പോയിന്റാണ് എവിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്,
മക്കളാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഇതിൽ ലൈറ്റ് ഓഫ് ഭാഗവതയിൽ തന്നെ പറയുന്നൊരു പോയിന്റ്, ബദ്ധജീവാത്മാക്കൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം നൽകിയിരിക്കുന്നത്. അതായത് ജീവാത്മാക്കള് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം ഉള്ളതാണ്. എപ്പോഴാണ് നമ്മളുടെ ഉദ്ദേശം തന്നെ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ആ സേവനത്തിൽ നമുക്ക് അതുല്യമായ സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ തന്നെ ലവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സ്നേഹം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സ്നേഹത്തെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അതിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിലേ സ്നേഹം, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആണ്, നിർബന്ധിച്ച് ചെയ്യുന്നതാണ്, അത് പറ്റില്ല. പക്ഷെ ആ ഇത് വേണമെങ്കിൽ, ശരിക്കുള്ള സ്നേഹം വേണമെങ്കിൽ അതിനകത്ത് സ്നേഹത്തെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം വേണം. അപ്പം ഭൂരിപക്ഷം ജീവജാലങ്ങളും ഭഗവാനെ സ്നേഹിച്ച് ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അത് റിജക്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്, റിജക്റ്റ് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒരാൾ അത് റിജക്റ്റ് ചെയ്തിരിക്കും. ഇപ്പം KSRTC ബസ് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു വരത്തില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇപ്പം ഇതിലേക്കൂടെ KSRTC ബസ് പോകുന്നുണ്ട്. ഇപ്പം കല്ലൂർ റോഡിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല 365 ദിവസം അത് പോകുന്നു. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഡ്രൈവറിന്റെ അസുഖവും മറ്റോ എന്തെങ്കിലും വന്ന് വേറെ റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ ചിലപ്പം ബസ് പോകത്തില്ല, അല്ലെങ്കിൽ ഒരു ബന്ധു വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിന് 364 ദിവസം ഇതുവഴി KSRTC ബസ് പോകും. പക്ഷെ ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ പോവാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആത്മീയ ലോകത്തിൽ ഭൂരിപക്ഷം ജീവജാലങ്ങളും ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനോടൊപ്പം നിൽക്കുന്ന ജീവാത്മാക്കളും. പക്ഷെ അവിടെയും ഭഗവാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഭഗവാനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ സ്വാതന്ത്ര്യം എടുത്ത് വന്ന ജീവജാലങ്ങളാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള വ്യക്തികൾ. അപ്പൊ അതിനുവേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ഈ ഇവിടെ ചെന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ചെയ്ത ദുരുപയോഗമാണ്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മളത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇതിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൗതിക ലോകം ഭഗവാൻ സൃഷ്ടിക്കുന്നത്? അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അതിനുവേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു റെക്ടിഫിക്കേഷൻ പ്ലേസ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ എത്ര ആസ്വദിച്ചാലും ഭഗവാൻ ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാൻ പറ്റും. എന്തെല്ലാം ഭൗതിക ലോകത്തിൽ എത്ര ആരോഗ്യവും കഴിവുകളും എത്ര സമ്പാദ്യവും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ശരീരം, നമ്മൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ശരീരത്തെ നമുക്ക് എപ്പോഴും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് സന്തോഷം ആഗ്രഹിച്ചാലും അതിന് അവസാനം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആത്മാവിന്റെ യഥാർത്ഥ സ്ഥാനം ഭഗവാനോടൊപ്പമാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ഈ ഭക്തിയോഗം സിൻസിയറായിട്ട് എടുക്കണം. ഈ ഒരു പോയിന്റ് മാത്രം, അഹം ബീജ പ്രദാപിത, അത് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഭഗവാനോട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യും, അവർ പറയുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. അങ്ങനെ പോയിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക് ആ ഒരു പോയിന്റ് നല്ല വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ നിന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നമുക്ക് എവിഡന്റ് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. എനിക്കും ഭഗവാനും തമ്മിൽ ബന്ധമുണ്ട്, അത് ഞാൻ സ്ഥാപിക്കണം, അത് പുനഃസ്ഥാപിക്കണം എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇതാണ് ഇന്നത്തെ ഒരു ശ്ലോകത്തിൽ നിന്ന് പറയാനുള്ള. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. മനുഷ്യജന്മത്തിന് ചില പരിമിതികളുണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് വ്യക്തമായി പറഞ്ഞു. പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. പക്ഷെ അതിനകത്ത് ചില പരിമിതികളുണ്ട് എന്നുള്ളത് പറഞ്ഞു. മനുഷ്യജന്മത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ, പരിമിതി എപ്പോഴും നമ്മൾ ആസ്വാദകനാണെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ ജന്മവും പരിമിതി തന്നെയാണ്. ഞാനാണ് ആസ്വാദകൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിമിതിയാണ്. ഇപ്പൊ എനിക്ക് വായിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പം കുറച്ച് നാളും കൂടെ പ്രായം കൂടെ കഴിയുമ്പോൾ ഇതെനിക്ക് കാണാൻ പറ്റത്തില്ല, എനിക്ക് കണ്ണാടി വെച്ചാലേ പറ്റുള്ളൂ. അതേപോലെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പൊ കഴിവുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പം ഓർമ്മശക്തിയൊക്കെ എനിക്ക്
നഷ്ടപ്പെട്ടു പോകും. എന്ത് കാര്യം നമ്മൾ എന്ത് ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചാലും അത് ഈ ശരീരം കൊണ്ട് പരിമിതിയുണ്ട്. പക്ഷെ മനുഷ്യജന്മത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈശ്വരൻ ആരാണ്, ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ആ ഒരു അവബോധം മനുഷ്യജന്മത്തിനുണ്ട്. ഒരു മൃഗത്തിനോ ഒരു മാവിനോ ഒരു തെങ്ങിനോ ഒന്നും അത് മനസ്സിലാക്കാനുള്ള അവബോധം ഇല്ല. അതവരുടെ കർമ്മം അനുസരിച്ച് അവർ ശരീരം എടുത്തെടുത്തെടുത്ത് ഒരു മനുഷ്യജന്മത്തിൽ നമുക്കിപ്പോൾ വരാനായിട്ട് ഒരു അവസരം കിട്ടി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഹയ്യർത്തിന് ശരീരത്തിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണം. പരിമിതി ഏത് ശരീരത്തിനെടുത്താലും അതിന് പരിമിതികളുണ്ട്. ഇപ്പം ഒരു പാമ്പിന് വളരെ സ്പീഡിൽ ഇഴഞ്ഞു പോകാനും വെള്ളത്തിലൂടെയൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ വെള്ളത്തിൽ നമ്മൾ പെട്ടെന്ന് വീണ്ടാൽ നമ്മൾ മുങ്ങിപ്പോകും, നമുക്ക് ട്രെയിനിങ് വേണം. പക്ഷെ പാമ്പ് ഒരു കുഞ്ഞു പാമ്പായാലും ഇഴങ്ങിപ്പോകും. പരിമിതികൾ ശരീരം വ്യത്യസ്തമായ പരിമിതികൾ എല്ലാ ശരീരത്തിനും ഉണ്ടാകും. അപ്പം അത് നാച്ചുറലാണ്. പക്ഷെ അത് നമ്മൾ ആസ്വാദകൻ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യം അതെല്ലാം പരിമിതിയാണ്. എനിക്കിപ്പം പറക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല. ഫ്ലൈറ്റിൽ പോയാലേ എനിക്ക് പറക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു പക്ഷിക്ക് അത് പറന്ന് പോകാൻ പറ്റും. പക്ഷെ പക്ഷിക്ക് പറ്റാത്തൊരു കാര്യം മനുഷ്യന് പറ്റും. ആരാണ് ഭഗവാൻ, ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ട് മനുഷ്യജന്മം വളരെ പ്രാധാന്യമാണ്. പക്ഷെ ആ പ്രാധാന്യമുള്ള മനുഷ്യജന്മം നമ്മൾ പക്ഷിയെ പോലെ ആകണം, കുതിരയെ പോലെ ആകണം എന്ന് വിചാരിച്ചാൽ അത് അവിടെയൊക്കെ പരിമിതികളാണുള്ളത്. പക്ഷെ നമുക്ക് അപരിമയമായ ഭഗവാനെ ഒരു പരിധിയുമില്ലാതെ സ്നേഹിക്കാനും മനുഷ്യജന്മത്തിൽ കൊണ്ട് സാധിക്കും. അഹം ബീജപ്രതാപിതാന്ന കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ക്ലാസ് ചെയ്യുമ്പോൾ മറന്നു പോകുന്നത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കത് എപ്പോഴും എങ്ങനെ അതിനെ സൂക്ഷിച്ചു വെക്കാം? പ്രഭു നല്ലൊരു ചോദ്യം ചോദിച്ചത്. ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഹം ബീജപ്രതാപിത എന്നുള്ള കാര്യം നമ്മൾ ഇപ്പം കേട്ടു, മനസ്സിലാക്കി. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പം അതങ്ങ് നമ്മൾ മറന്നു പോകും. അപ്പോൾ അത് മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ നിന്ന് വായിച്ചൊരു ഭാഗവതം വായിച്ചൊരു പോയിന്റിൽ ഒരു പൃഥു മഹാരാജൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. പൃഥു മഹാരാജ് പറയാണ് ഭഗവാനോട്, എനിക്ക് അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് നിരന്തരം കേൾക്കാനുള്ള അവസരം മതി. ഭഗവാൻ ചോദിക്കുകയാണ് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പൃഥു മഹാരാജ് ചോദിക്കുന്നത്, എനിക്ക് അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കേൾക്കാനുള്ള അവസരം മതി എന്നാണ്. അപ്പം ഈ പരിശുദ്ധ ഭക്തന്മാര് എന്ന് കേൾക്കുമ്പം അതിനകത്ത് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭഗവാനെ കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ ആ പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനോടുള്ള സ്നേഹവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ശീല പ്രഭുപാദിന്റെ ബുക്സ് ഇത്രയും അട്രാക്റ്റീവ് ആവാനുള്ള കാരണം ശീല പ്രഭുപാദിന് കൃഷ്ണനോടുള്ള സ്നേഹം ആ ബുക്സിൽ എഴുതിയിട്ടുണ്ട്. ബുക്സിന് എവിഡൻ്റ് ആണ്, അത് നമുക്ക് പുറത്ത് വരും. ആ സ്നേഹം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈശ്വരനെ എന്തുമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ബുക്സ് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഭാവാർത്ഥത്തിൽ ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മളും എല്ലാവരും മായയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ മായയിൽ നിന്ന് ഉണർന്നു വരാനായിട്ട് പറ്റും. അതാണ് ജീവജാഗോ ജീവജാഗോ ഭക്തിവിനോദ് ഠാക്കൂറിൻ്റെ പാട്ട്. നമ്മൾ മായയുടെ ഇതിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പൊ ഗൗരചന്ദ്രൻ ചൈതന്യ മഹാപ്രഭു വന്ന് നമ്മളെ ഉണർത്തുകയാണ്, ഉണരാനായിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കണം. അപ്പം നമുക്ക് എപ്പോഴും അമ്പലത്തിൽ വരാനോ ക്ലാസ്സുകളാണെങ്കിൽ ഇവിടെ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. ചിലപ്പം രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ് ടെമ്പിളിൽ പോകാൻ എന്തോ സാഹചര്യം കൊണ്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പറ്റും? നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്, ഫോണുണ്ട്. ഫോണിനകത്ത് ഭക്തൻ ശീല പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് കേൾക്കാൻ പറ്റും. ഇനി അതും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബുക്സുകളുണ്ട്. ബുക്സിൽ സൈലന്റ് ആയിട്ട് പ്രഭുപാദിനെ നമ്മൾ കേൾക്കുകയാണ്. ഈ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിലും ആ സൈലന്റ് ആയിട്ട് അതെല്ലാം പ്രഭുപാദ് പറയുന്ന കാര്യമെല്ലാം ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡെയിലി രാവിലെ നമ്മൾ ഇത് കുറച്ച് നേരം ഇത് വായിച്ചാൽ, ഒരു 10-15 മിനിറ്റ് വായിക്കുകയാണെങ്കിൽ ആ 24 മണിക്കൂറും ആ ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും. രാവിലെ ജപിച്ച് രാവിലെ കുറച്ച് നേരം വായിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
നമുക്കത് വേണം എന്ന് ആഗ്രഹം വേണം. നമ്മൾ ആ ഒരു ബന്ധം എപ്പോഴും ഓർക്കും. ഇപ്പോൾ പ്രഭു പറഞ്ഞ പോലെ പ്രഭുവിന് ആ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പ്രഭു ചോദിച്ചത് എങ്ങനെ എനിക്കത് നിലനിർത്താൻ പറ്റും. അതേപോലെ ആഗ്രഹം എല്ലാവർക്കും വേണം. എങ്കിലേ നമുക്ക് അതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് അത് നിർത്തണ്ടേന്നുള്ള കാര്യമൊക്കെ ശാസ്ത്രങ്ങളിലും ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ഫസ്റ്റ് വേണ്ടത് ആഗ്രഹമാണ്. ഈ ക്ലാസ്സിൽ ജസ്റ്റ് ചോദ്യം ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെ എനിക്ക് എപ്പോഴും ഓർക്കാൻ പറ്റും. അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ ആ റിയലി ആഗ്രഹം വേണം. എനിക്ക് എപ്പോഴും ഭഗവാനാണ് എൻ്റെ പരമപിതാവ് എന്ന് ഓർമ്മ വേണം എന്ന്. അതിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. കൃഷ്ണനെ കുറിച്ചുള്ള അവബോധം, ഇതിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. നമ്മൾ ഈ കൃഷ്ണാബോധ സംഘടനയിൽ വന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് വേണ്ടത്. എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പം അതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രക്രിയകൾ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം രാവിലെ നാമം ജപിക്കുക, കുറച്ചു നേരം വായിക്കുക, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസം ഓർമ്മ വരും ഭഗവാനെ കുറിച്ച്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ പറഞ്ഞ പോയിന്റിൽ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ? ധന്യവാദ് ചോദിക്കുന്നു. ബദ്ധജീവാത്മാവ് എന്താണെന്നാണ് നാജി ചോദിച്ചത്. ബദ്ധ എന്ന് പറഞ്ഞ കണ്ടീഷൻഡ് എന്നുള്ള ഒരു അർത്ഥമാണുള്ളത്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ കണ്ടീഷനായി പോവുക. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ചായ കുടിക്കാനുള്ള ആഗ്രഹം. നമ്മൾ പണ്ട് പോലെ കുട്ടിക്കാലത്തെ ചായ കുടിച്ച് വന്നിട്ട് നമുക്ക് ഒരു ദിവസം അത് കുടിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും നമ്മൾ അതിനകത്ത് അറ്റാച്ച്ഡ് ആയി പോവുകയാണ്. അതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതില്ലാതെ എനിക്ക് ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അതേപോലെ നമ്മൾ ഈ ഭഗവാനെ മറന്ന് ആസ്വദിക്കണം എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ട് കണ്ടീഷനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. ഭഗവാൻ ഇല്ലാതെ എനിക്ക് എൻജോയ് ചെയ്യണം. അതാണ് നമുക്ക് ഇതിൽ ഭക്തിയിലേക്ക് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ചായ ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് അഡിക്റ്റായ ഒരാൾക്ക് ചായ കളയാൻ വളരെ പാടാണ്. അതേപോലെ ഭഗവാൻ ഇല്ലാതെ എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഉള്ളത് ഈ ഭൗതിക ലോകത്തിൽ. അതുകൊണ്ടാണ് ഭക്തിയിൽ കൃഷ്ണൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ, മനുഷ്യാന സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ കശ്ചിത് മാം വേത്തി തത്വത. ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രമേ എന്താണ് സത്യം എന്ന് അന്വേഷിക്കാൻ വരത്തുള്ളൂ. അങ്ങനെ വന്ന ആൾക്കാരിൽ വളരെ കുറച്ച് പേരെ സത്യത്തെ കണ്ടെത്തത്തുള്ളൂ. അങ്ങനെ സത്യത്തെ കണ്ടെത്തിയത് ആൾക്കാരിൽ വളരെ കുറച്ച് പേരെ അതിനെ പിന്തുടരത്തുള്ളൂ. കാരണം നമ്മൾ കണ്ടീഷനാണ്. ഭഗവാൻ ഇല്ലാതെ ഭഗവാനെ മാറ്റി വെച്ച് എനിക്ക് എൻജോയ് ചെയ്യണം. അതിൽ നമ്മൾ അത്ര അഡിക്റ്റാണ്. ചായ ഇല്ലാതെ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ അത്രയും നാൾ ചായയായിട്ട് ജീവിച്ചത് കൊണ്ട് അത് പറ്റുന്നില്ല. അതാണ് ഡിവോട്ടീസ് അതുകൊണ്ടാണ് ചില ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ ഹെർബൽ ടീ ഒക്കെ കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്കത് മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പം അതേപോലെ പതുക്കെയാണ് ഈ ഭക്തിയോഗം നമുക്കതിനെ അതിൽ നിന്ന് മാറ്റിത്തരുന്നത്. അപ്പം അതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്. നമ്മൾ അതിലങ്ങ് മുഴുകിയിരിക്കുകയാണ്. നമ്മൾ ഫിസിക്സിലൊരു ഇതുണ്ട്, പാവലോവിൻ്റെ എക്സ്പീരിയൻസ്. ഫിസിയോളജിയിൽ പഠിക്കുന്ന പാവലോവ് എക്സ്പീരിയൻസ്. പാവലോവ് ഈ കണ്ടീഷൻ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് ഒരു റഷ്യൻ ആളാണ്. അപ്പം അയാളൊരു നമ്മുടെ ബോഡിയും കണ്ടീഷനാണ് അതേപോലെ. അപ്പം അതേപോലെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കൂട്ടിൽ നായ ഇട്ടു. എന്നിട്ട് അദ്ദേഹം ഒരു കൃത്യ സമയമാകുമ്പോഴത്തേനും ഒരു ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് ഇപ്പോൾ 8 മണിക്ക് അയാൾ ബെല്ലടിക്കും. ബെല്ലടിച്ച് കഴിഞ്ഞ് ഉടനെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ നായ്ക്ക് ഭക്ഷണം അയാൾ കൊണ്ടുവരും. അങ്ങനെ പിന്നെ 12 മണിയാകുമ്പോൾ ബെല്ലടിക്കും, നായ്ക്ക് ഭക്ഷണം കൊണ്ടുവരും. രാത്രിയാകുമ്പം ബെല്ലടിക്കും, 8 മണിക്ക് ബെല്ലടിക്കും, ഭക്ഷണം. ഇങ്ങനെ റെഗുലറി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബെല്ലടിച്ചു, ഭക്ഷണം കൊണ്ടുവന്നില്ല. അപ്പോൾ ഭക്ഷണം ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പട്ടി കുറേ നാളായിട്ട് 8 മണിക്ക് ബെല്ലടിക്കുന്ന കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ദഹനരസം എല്ലാം വരും. നാവിൽ നല്ല രുചി, ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും
അത് പുറത്ത് വരും. കാരണം ആ ബെല്ല് കേട്ടാൽ ഭക്ഷണം വരും, ഇതിൽ കണ്ടീഷനായിപ്പോയി. അതുകൊണ്ട് ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിലും ബെല്ലടി കേൾക്കുമ്പോഴത്തേനും ഇപ്പം നായ്ക്ക് ഇത് രുചികളല്ല, അതിനെയാണ് കണ്ടീഷൻ, അതിൽ കണ്ടീഷനായിപ്പോയി. അതേപോലെ നമ്മൾ ഇതിൽ കണ്ടീഷനായി പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നാനാ ജീവവർഗങ്ങളിലും ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 13-ാം അധ്യായം 22-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻഗുണ കാരണം ഗുണസംഗസ്യ സദസത് യോനി ജന്മിഷു. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻഗുണ. ഭുങ്ക്തേ ആസ്വദിക്കാനുള്ള ത്വര, ഭഗവാനെ മറന്ന് എൻജോയ് ചെയ്യണം. ഇപ്പൊ പരമപിതാവായ പിതാവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പതുക്കെ മാറ്റും കുറച്ച് കഴിയുമ്പോൾ. എപ്പോഴും എൻ്റെ അച്ഛൻ ഓർത്ത് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ പതുക്കെ അതിനെ സൗകര്യപൂർവ്വം മാറ്റിക്കളയും. കാരണം നമുക്ക് അവിടെ ആസ്വദിക്കാനുള്ള ത്വരയുള്ളതാണ്, നമുക്കത് കളയാനായിട്ട് ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കും, പക്ഷെ പിന്നെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റും. അപ്പം അത് ഈ കണ്ടീഷൻ സ്റ്റേറ്റ് കൊണ്ടാണ്. അത് മാറണമെങ്കിൽ പരിശുദ്ധ ഭക്തന്മാരിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. അതിന് ഏറ്റവും നമുക്ക് വെളിയിൽ പോയി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രഭുപാദിന്റെ ബുക്സ് വായിക്കാൻ പറ്റും. പ്രഭുപാദിന്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം 100% ഉറപ്പ് വരും. ഫസ്റ്റ് വരുന്ന ഒരു കാര്യം, ഈ വ്യക്തി ഈ ഭഗവാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യം നമുക്ക് 100% ഉറപ്പ് വരും. ആ ഒരു ഉറപ്പിലാണ് ശീലപ്രഭു 80 വയസ്സുള്ള വൃദ്ധൻ ഈ ലോകമെമ്പാടും 12 വർഷം കൊണ്ട് ഈശ്വരാബോധം സ്ഥാപിച്ചത്. ആ കൺവിക്ഷൻ കൃഷ്ണനുണ്ട്, കൃഷ്ണന്റെ പിതാവാണ് അദ്ദേഹമായിട്ട് എനിക്ക്. ഈ ഒരു നമ്മളൊക്കെ ഒരു 80 വയസ്സിൽ ഒരാൾ വന്ന് എന്തെങ്കിലും അഭിപ്രായം നമ്മളാരെങ്കിലും ശ്രദ്ധിക്കുക പോലും ചെയ്യും. പക്ഷെ ആ വ്യക്തിക്ക് ഇത്രയും ലോകമെമ്പാടും വെറും 11 വർഷം കൊണ്ട് ലോകമെമ്പാടും കൃഷ്ണാബോധം സ്ഥാപിക്കാൻ പറ്റി. യങ്ങായിട്ട് പോയി കുറേ വർഷം ചെയ്തിട്ട് ചെയ്തതല്ല. 70-ാമത്തെ വയസ്സിൽ പോയി 80-ാമത്തെ വയസ്സിൽ സമാധി ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ ലോകത്തില് കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട് പറ്റി. അതും ഈസി അല്ല. നിങ്ങൾ എന്ത് വേണമെന്നും ചെയ്തോ, കൃഷ്ണനെ അക്സെപ്റ്റ് ചെയ്തോ, അങ്ങനെയല്ല പ്രഭുപാദ് പറഞ്ഞത്. യമനിയമങ്ങൾ പറഞ്ഞു, ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അതാണ് ആ വ്യക്തിയുടെ കൺവിക്ഷൻ. അത് ആ ബുക്കുകളിൽ എവിഡൻ്റ് ആണ്. നമ്മൾ ബുക്ക് വായിക്കുക, നാമം ജപിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം? ശരിയോ? ചോദിച്ചു. കണ്ടീഷണൽ ലവും അൺകണ്ടീഷണൽ ലവ് എന്നുള്ളത്. കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്നതാണ് കണ്ടീഷണൽ ലവ്. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ മുക്തി പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ. അത് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, നതനം നജനം ന സുന്ദരി കവിതാഭാം ജഗദീശ കാമി മമ ജന്മനി ജന്മനീശ്വരി ഭഗവത് ഭക്തി ഹേതുകീജയ്. നതനം നജനം, എനിക്ക് ഫോളോവേഴ്സിനെ വേണ്ട. നതനം, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളോ ഫെസിലിറ്റീസിനോ വേണ്ട. ന സുന്ദരി, എനിക്ക് സുന്ദരികളായ സ്ത്രീകളെ വേണ്ട. കവിതാഭാം മമ ജന്മനി ജന്മനീശ്വരി, എനിക്ക് മുക്തി തന്നെ വേണ്ട. ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മുക്തി കിട്ടണം, ഈ ഭൗതിക ലോകത്തിൽ മുക്തി കിട്ടണം, അതൊന്നും വേണ്ട. ഭഗവത് ഭക്തി അഹേതുക, എത്ര ജന്മം എടുത്താലും എനിക്ക് അഹേതുകമായ ഭഗവത് ഭക്തി, അഹേതുക ഭക്തിനെയാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, ഒന്നും ഇങ്ങോട്ട് എന്തെങ്കിലും വേണം. കൃഷ്ണ എനിക്ക് ഈ അനുഗ്രഹം തരും, ഞാൻ എൻ്റെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നാമം ജപിക്കാം, എനിക്ക് പരീക്ഷയിൽ പാസ്സാവണം, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കാം. അത് കണ്ടീഷനാണ്. എന്തെങ്കിലും കണ്ടീഷൻ, അത് ബിസിനസ്സാണ്. ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻ. പക്ഷെ നമ്മൾ പ്രഭുപാദ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവില് എന്താണ് കിട്ടാൻ പോകുന്നത്? നമ്മളൊന്നും പ്രതീക്ഷിക്കാതാണ് ഭഗവാനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ കിട്ടാൻ പോകുന്നത് ഭഗവാനെ തന്നെയാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ ശക്തികളെ നമുക്ക് കിട്ടും. എനിക്ക് പരീക്ഷ പാസ്സാവണം, ഭഗവാനെ പരീക്ഷ പാസ്സാവും, പക്ഷെ നമുക്ക് കൃഷ്ണനെ കിട്ടത്തില്ല. ഇത് വേണം ഭഗവാനെ, അത് കിട്ടും, പക്ഷെ കൃഷ്ണനെ കിട്ടത്തില്ല. പക്ഷെ
ഒന്നും വേണ്ട, എനിക്ക് അങ്ങേ മതി, അങ്ങയുടെ സ്നേഹം മതി എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ വ്യക്തിയെ കിട്ടും. അതാണ് അൺകണ്ടീഷണൽ ലവ്. ശ്രീമദ് ഭഗവത്ഗീത കീച്ചൻ, ശീല പ്രഭുപാദ കീച്ചൻ. ഇന്ന് നമുക്ക് പ്രസാദം നൽകിയിരിക്കുന്നത് ഹെർ ഗ്രേസ് മൻമോഹിനി മാതാജിയാണ്. മാതാജിക്കും കുടുംബത്തിനും എല്ലാം ആത്മീയ പുരോഗതിക്ക് വേണ്ടി നമുക്ക് 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ആഴ്ച ഉടുപ്പി നമുക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൂലൈയിൽ 19, 20, 21 3 ദിവസങ്ങളിൽ ഉടുപ്പിയിലേക്ക് ഒരു യാത്രയുണ്ട്. ഹിസ് ഗ്രേസ് ജഗസാക്ഷി പ്രഭുവിന്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. വളരെ സുലഭ യാത്ര എന്ന് പറയുന്നത്, വളരെ ചെലവ് കുറഞ്ഞ ഒരു യാത്രയാണ്. അതിൽ ഒരു വ്യക്തിക്ക് 4500 ആണ്. 2 ദിവസം യാത്രയുണ്ട്, അതിനകത്ത് പ്രസാദവും എല്ലാം അതിനകത്ത് ചേരുന്നുണ്ട്. ഒരുപാട് കഥകളുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിൽ ഉടുപ്പി പ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ആൾക്കെങ്കിലും ഇന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്രജസേവ പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞ് അതൊരു മാതാജിയുമായിട്ട് കണക്ട് ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഗ്രൂപ്പിലുള്ള ഈ ഓൺലൈനായിട്ട് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വ്രജസേവ പ്രഭു എല്ലാവർക്കും അറിയാമായിരിക്കും പ്രഭുവിൻ്റെ നമ്പർ, പ്രഭുവിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ നമ്പർ അറിയാമെങ്കിൽ എന്നെയും കോൺടാക്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ഈ ആഴ്ച കൊണ്ട് അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, പിന്നെ അത് ക്ലോസ് ചെയ്യും. ഹരേ കൃഷ്ണ.